എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബിരിയാണി, അതായത് തമിഴ്നാട് ബിരിയാണിയിലൊക്കെ കൂടെ കഴിക്കുന്ന ബ്രിഞ്ചാൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ബിരിയാണിയുടെ കൂടെ മാത്രമല്ല കേട്ടോ, നല്ല ചോറിന്റെ കൂടെ സൂപ്പറാണ്. ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല, അത്രയും ടേസ്റ്റിയാണ്. നല്ല ചെറിയ എരിവും പുളിയുള്ള ഒരു പ്രത്യേകതരം ടേസ്റ്റുള്ള ഒരു കറി. ഇതിന്റെ ഒരു വേറൊരു വേർഷൻ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് എണ്ണ കത്തിരിക്കായി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോവും കാണണം. ഈ വീഡിയോ കണ്ടിട്ട് ശേഷം ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിരുന്ന പല വീഡിയോസും നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ബ്രിഞ്ചാൾ ഗ്രേവി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ തമിഴ്നാട് സ്റ്റൈലില് ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന വഴുതനങ്ങ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ ഇതിനു മുൻപ് എണ്ണ കത്തിരിക്ക എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും സൂപ്പറാണ്. അതിനേക്കാളും കുറച്ച് മാറ്റമുണ്ട് ഇത് ഈ കറിക്ക്. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ 6 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വഴുതനങ്ങ വേണമെങ്കിലും എടുക്കാം. വലിയ ടൈപ്പ് വഴുതനങ്ങ എടുക്കാം, ചെറുതായിട്ട് എടുക്കാം, നീളത്തിലുള്ള എടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. സാധാരണ രീതിയിൽ ഇതിനേക്കാളും ചെറുതായിട്ടുള്ള വഴുതനങ്ങ, നല്ല പേർപ്പിൾ കളർ വഴുതനങ്ങയാണ് അവർ എടുക്കാറുള്ളത്. എണ്ണ കത്തിരിക്ക ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ ഞാൻ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് ഞാൻ മുറിച്ചിട്ടാണ് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ വഴുതനങ്ങ മൊത്തത്തിൽ മുറിക്കാണ്ട് തന്നെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ നിന്നൊക്കെ ഈ ബ്രിഞ്ചാൾ കറി വാങ്ങിക്കുമ്പോൾ അങ്ങനെ എല്ലാം കുഴഞ്ഞിരിക്കുന്ന രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഉണ്ടാക്കാനും അതാണ് കുറച്ചും കൂടി ഈസി ആയി തോന്നിയത്. ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തുടച്ചു വെച്ചിരിക്കുന്ന വഴുതനങ്ങയാണ്. നമുക്ക് വറുക്കുന്ന സമയത്ത് മുറിച്ചിട്ട് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അത് മാറ്റി വെക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ വെക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി. അത് വറുത്ത കപ്പലണ്ടി നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉണ്ടെങ്കിൽ പിന്നെ വറുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് വറുക്കാത്ത കപ്പലണ്ടിയാണ്. തൊലിയുള്ളതായാലും കുഴപ്പമില്ല, തൊലി ഇല്ലാത്തതായാലും കുഴപ്പമില്ല. ഏതാണെങ്കിലും 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എണ്ണ ഒഴിക്കാണ്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു 10 അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ തേങ്ങയാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ചിലവർ അതിൽ പകരം കസ്കസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് ഞാനിത് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ എള്ള്. വെളുത്ത എള്ള് അല്ലെങ്കിൽ കറുത്തെള്ള്. കറുത്തെള്ളാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇടണ്ട, 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വെളുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം, ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 നുള്ള് ഉലുവ ഇട്ട് കൊടുക്കുക. ഇതൊന്നും കൂടാൻ പാടില്ല. ഉലുവ എന്നൊക്കെ പറഞ്ഞാൽ എണ്ണ നോക്കണ ഒരു 10 എണ്ണൊക്കെ മതിയാകും. ഒരുപാടായി കഴിഞ്ഞ് കയ്പ്പ് വരും. ചൂടെപ്പോഴും ശ്രദ്ധിക്കുക. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇതിട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് നല്ലൊരു വാസന വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിത് മാറ്റി വെക്കണം കേട്ടോ. മതി, നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ വഴുതനങ്ങ മുറിച്ചിട്ട് അതിന് ശേഷം ഇതിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനും പറഞ്ഞില്ലേ, ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാണ്ടും ഉപയോഗിക്കാം. ജസ്റ്റ് ഇങ്ങനെ 4 ഇതായിട്ട് ഇതിൽ തന്നെ വരഞ്ഞിട്ട് അങ്ങനെ ഇടാം കേട്ടോ. പക്ഷേ ഈ റെസിപ്പിക്ക് ഞാൻ ഇങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നീളത്തിൽ മുറിച്ചു എന്ന് മാത്രം. ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ്. മീഡിയം ഫ്ലെയിമിൽ തീ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. എനിക്കിത് ബിരിയാണിനേക്കാളും കൂടുതൽ ഇഷ്ടം വൈറ്റ് റൈസിന്റെ കൂടെ. ബസ്മതി റൈസ് ആണെങ്കിലും പച്ചരി ആണെങ്കിലും പൊന്നിയരി ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. ബ്രിഞ്ചാളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ആ എണ്ണ ചൂടാവുമ്പോൾ അതിലിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് എണ്ണ വേണ്ട കേട്ടോ. ചിലവർ ഒരുപാട് എണ്ണയിലിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കാണാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതിയാകും. ഞാനിവിടെ ഒരു 8 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വാടി വന്നാൽ മതി. പിന്നെ എന്തായാലും നമ്മൾ ഗ്രേവിയിലിട്ട് കുക്ക് ചെയ്യേണ്ടതാണ്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇതിലോട്ട് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ സാധാരണ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷെ വെളിച്ചെണ്ണ ഒഴിക്കരുത്. ഇതൊരു തമിഴ് റെസിപ്പി ആയതുകൊണ്ട് നമ്മൾ നല്ലെണ്ണയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ. ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ, അതായത് മീഡിയം ചൂടാവട്ടെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. 2 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1.5 സവാള. നീളത്തിൽ അരിഞ്ഞതാവാം, അല്ലെങ്കിൽ വളരെ ചെറുതായി അരിഞ്ഞതായാലും കുഴപ്പമില്ല. 1.5 സവാള ചേർത്തിട്ടുണ്ട് ഞാനിതിലോട്ട്. മീഡിയം സൈസ് 1.5 സവാള. ഇത് നല്ലൊരു ഗോൾഡ് കളർ ആവുന്ന വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. നന്നായിട്ടിത്
വാടിക്കോട്ടെ കേട്ടോ. നമ്മുടെ സവാള പാതി വഴണ്ടിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 2 പച്ചമുളകും 10 വെളുത്തുള്ളിയാണ്. വഴറ്റി കൊടുക്കാം. ആഹാ, എന്താ വാസനന്നറിയും. നല്ല ഗോൾഡ് കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ സവാള അത്യാവശ്യം ഗോൾഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി തീ നന്നായി കുറയ്ക്കണം. ചെറിയ ഫ്ലെയിമിൽ ഇടുക. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 നുള്ള് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട. പിന്നെ എരിവുള്ള മുളക് പൊടി 1/4 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഈ പൊടികളെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇതിലിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. പച്ചമണം ഉണ്ടെങ്കിൽ നമ്മുടെ കറി മോശമായി പോകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളി, ഒരുപാട് പുളിയില്ലാത്ത തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 2 ചെറിയ തക്കാളി എടുക്കുന്നുണ്ട്. അതേസമയം നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ 1 ഇട്ടാൽ മതിയാകും. പിന്നെ നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. നമ്മൾ സാമ്പാർ പുളിയില്ലേ, കോൽപ്പുളിയുടെ വെള്ളം. അത് ഞാനിവിടെ ഒരു ലെമന്റെ സൈസിലുള്ള പുളി 1 ഗ്ലാസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളം നമുക്ക് അവസാനമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, ഇപ്പോഴല്ല. അത് അതിൻ്റെ അളവ് ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം. ഞാൻ തീ കുറച്ചൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ നോർമൽ മുളക് പൊടി പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ പറ്റും. കാശ്മീരി മുളക് പൊടിക്ക് ഒരു ഇച്ചിരി സമയം എടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇതിൽ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടി പിടിക്കില്ല. എന്നാൽ പോലും പേടിയുണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ തക്കാളിക്ക് നന്നായി കുക്കായിട്ടുണ്ട്. ഇതിലോട്ട് ഞാനുണ്ടല്ലോ കാച്ചി ഒഴിച്ച സമയത്ത് കുറച്ച് ഉലുവയുടെ കൂട്ടത്തിൽ കൂടെ നമ്മുടെ ഉഴുന്നുപരിപ്പും കൂടെ ചേർക്കണമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ഉഴുന്നുപരിപ്പ് ഇവിടെ വറുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ആദ്യമേ തന്നെ ചേർത്തോളൂ. ഉഴുന്നുപരിപ്പ് ഉണ്ടെങ്കിലാണ് ആ പ്രത്യേക ഒരു വാസന വരുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാൻ മറന്നുപോയതാണ് കേട്ടോ. സവാള വഴറ്റിയപ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്ത് നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. നന്നായി മാഷായി കിട്ടിയിട്ടുണ്ട് എല്ലാതും. ഞാനൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ് കേട്ടോ. കാരണം ഇത് കുറച്ച് കുഴിയുള്ള പാത്രത്തിലാണെങ്കിലാണ് നന്നായിട്ട് ഉണ്ടാവുക. ഞാനൊരു കുഴിയുള്ള പാത്രത്തിലോട്ട് മാറ്റട്ടെ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ, കുറച്ച് കഴിയുമ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും മുകളിലോട്ട്. അപ്പോൾ കുഴി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ്. നമ്മുടെ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും എള്ളും ഒക്കെ ചേർന്നുള്ള പേസ്റ്റ് ഇല്ലേ, അത് നമുക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കിയത് കൂടെ ഞാനിപ്പോൾ ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ തിളപ്പിക്കുക. വെള്ളത്തിൻ്റെ അളവ് ഡിപ്പെൻസ് കേട്ടോ. കുറച്ചും കൂടെ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അധികം വെള്ളം വേണ്ടി വരും. പക്ഷേ ഈ ഗ്രേവിയാണ് നല്ലത്. ഒരു തിക്കായിട്ടുള്ള ഒരു കുഴമ്പ് പരുവത്തിലുള്ള ഗ്രേവി എന്ന് പറയാം. നന്നായിട്ട് ഇത് തിളച്ച് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആ വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ചും കൂടെ ഉപ്പ് വേണം. 1-2 മിനിറ്റ് തിളച്ചതിന് ശേഷം വഴുതനങ്ങ ഇട്ട് കൊടുക്കും. ഇപ്പോൾ നമ്മുടെ കറി കാണുമ്പോൾ ഭയങ്കര ലൈറ്റ് ഷെയ്ഡ് അല്ലേ, കുറച്ച് കഴിയുമ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡ് ആയിക്കോളും. ഇനി നമുക്കിതിലോട്ട് വഴുതനങ്ങ ഇട്ട് കൊടുക്കും. വഴുതനങ്ങ ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റോളം കുക്കാവട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒരു 5 മിനിറ്റ് കിടന്ന് കുക്കാവട്ടെ. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഞാൻ തീ വെച്ചിരിക്കുന്നത്. അപ്പോൾ വഴുതനങ്ങ ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, നന്നായി കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. പുളിവെള്ളം ഞാൻ പറഞ്ഞില്ലേ, 1 നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം ഞാനൊരു ഇതിൻ്റെ 1/2 കപ്പ് ആദ്യം ചേർത്ത് കൊടുക്കട്ടെ. കാരണം പുളി കൂടിക്കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ആദ്യമേ തന്നെ ഒരുപാട് പുളിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആഹാ, എന്താ വാസനയെന്നറിയോ. ഇത് പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ പുളി മതി. ഓവർ പുളി ആയി കഴിഞ്ഞാൽ ശരിയാവില്ല. ടേസ്റ്റ് നോക്കിയപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പുളിവെള്ളം ചേർത്തതിന് ശേഷം എണ്ണ തെളിയുന്നത് വരെ ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കണം. തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അടച്ചു വെക്കേണ്ട. ഇനി എണ്ണ തെളിയുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ശർക്കരയോ പഞ്ചസാരയോ ഇട്ടങ്ങ് ഓഫ് ചെയ്യാം. മിക്സ് ചെയ്യാം. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അതെപ്പോഴും സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ കുഴിയുള്ള പാത്രത്തിലോട്ട് മാറ്റിയത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളൂ, അല്ലെങ്കിൽ താഴെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതിലോട്ട് ഇനി കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ ഈ ചൂടിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഉരുകിക്കോളും. അതേസമയം മധുരം താല്പര്യമില്ലാത്തവർ അത് ഒഴിവാക്കാം. ഇതിനെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നതാണ് ഈ ബക്കറ്റ് ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന ഈ കറിയിലെ ഗ്രേവി. ഇങ്ങനെയാണ് ഇരിക്കുക. അതേസമയം നിങ്ങൾക്ക് ഇങ്ങനെ വഴുതനങ്ങ കുഴഞ്ഞിരിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കുറച്ചിങ്ങനെ ഇരുന്ന് ഇങ്ങനെ തിളച്ച് ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴേക്കും അതിൻ്റെ ഷെയ്ഡ് മാറും. അന്ന് ലൈറ്റ് കളറിലുണ്ടായിരുന്ന കറി ഇപ്പം നല്ല ഡാർക്ക് ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത്. എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്.
പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വാക്ക് പറയാനില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഞാൻ ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മേലെ എണ്ണ തെളിഞ്ഞത് കണ്ടോ? ഈ കളറായിരിക്കും ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് ഈ ഒരു റെഡ് കളറിൽ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സംഭവം, നിങ്ങൾ കറി റെഡി ആയിട്ടുണ്ടെന്നാണ്, സൂപ്പർ ആയിട്ടുണ്ടെന്നാണ്. എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ മറക്കരുത്. ഉപ്പും പുളിയും എരിവും ഒക്കെ. ഞാനിപ്പോൾ ഇന്ന് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് റൈസ് ആണ്. പക്ഷേ ബിരിയാണിയുടെ ശരിക്കും ഈ കറി എന്ന് പറഞ്ഞത് ബിരിയാണി കറി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഫേമസ് ആയിരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു മൂഡില്ല. കാരണം ഇനിയിപ്പോൾ പാക്കിംഗ് ഒക്കെ ഉണ്ട്, ഞാൻ നാട്ടിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇന്ന് വെള്ള ചോറിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ബിരിയാണിയുടെ കൂടെ ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതായത് തമിഴ്നാട് ബിരിയാണിയുടെ കൂടെ. അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. കുങ്പാവ് തോഫ എങ്ങനെയാണെന്ന് നോക്കട്ടെ. ചൂട് വായ പൊള്ളും, അത്രയ്ക്ക് ചൂടായിരിക്കും അത്. ആവശ്യമുണ്ട്. അതിന്റെ ആവശ്യമില്ല, അത് നമ്മൾ വെറുതെ തിളപ്പിക്കുക ചെയ്യണം. അന്ന് വേണ്ട. പോർച്ചുഗലിൽ പോയിട്ട് സുനിലിന്റെ അവിടെ ആ മീനെടുത്ത് വായിലിട്ടതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ശ്രദ്ധിക്കണം. അത്രക്കില്ല.